നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടയിൽ തന്നെ ഇറാന്റെ മറ്റൊരു പ്രധാന കണ്ണി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും കൂടി വരികയാണ്. മൊജ്തബ ഇപ്പോൾ കോമയിലാണെന്നും പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചു മാറ്റിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇത് തെറ്റാണെന്നും മൊജ്തബ ഖമേനി ഇവിടെ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്നും ഖൊമനേയുടെ ഖബറടക്കം നടന്ന കൂട്ടത്ത് മൊജ്തബ ഖമേനിയുടെ ഖബറടക്കവും നടന്നു എന്ന വിവരവും ചിലത് പുറത്തു വരുന്നുണ്ട്. മൊജ്തബയുടെ പുതിയ പ്രസ്താവന പുറത്തു വന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇറാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഹർ ന്യൂസ് ഏജൻസിയാണ് മൊജ്തബയുടേതെന്ന പേരിൽ പുതിയ പ്രസ്താവന പുറത്തുവിട്ടത്. തന്റെ പിതാവ് അയത്തുള്ള അലി ഖമനേയുടെ കീഴിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥാപന മേധാവികളും നിലവിലെ സ്ഥാനങ്ങളിൽ തുടരണമെന്നാണ് പ്രസ്താവനയിലെ പ്രധാന നിർദ്ദേശം. ഉദ്യോഗസ്ഥർക്ക് തൽക്കാലം നിയമനം പുതുക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്നാൽ ഈ പ്രസ്താവനയ്ക്കൊപ്പം മൊജ്തബയുടെ പുതിയ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല എന്നത് അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ആക്രമണത്തിൽ കരളിനും വയറിനും ഗുരുതരമായി പരിക്കേറ്റ മൊജ്തബയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേകമായി അയച്ച വിമാനത്തിൽ മോസ്കോയിലേക്ക് മാറ്റിയതായാണ് പുറത്തുവരുന്ന വിവരം. ഫെബ്രുവരി 27-ന് പിതാവിന്റെ മരണശേഷം ചുമതലയേറ്റ മൊജ്തബ മേഖലയിലെ US താവളങ്ങൾക്കെതിരായ ആക്രമണം തുടരുമെന്ന ആദ്യ പ്രസ്താവനയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇറാഖിലെ സായുധ സംഘങ്ങളും യമനിലെ ഹൂതികളും ഇറാന്റെ പോരാട്ടത്തിന് കരുത്തു പകരുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ്. മൊജ്തബയുടെ പിതാവിന്റെ സ്വകാര്യ വിമാനം നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ പ്രസ്താവന വന്നത്. മൊജ്തബ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ വിവരമുണ്ടെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും അവകാശപ്പെട്ടിരുന്നു. രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന മൊജ്തബയുടെ പഴയ നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നേതാവിന്റെ ശാരീരികാവസ്ഥ കുറിച്ചുള്ള മൗനം അതിപ്പോഴും രാജ്യത്തെ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായി റിപ്പോർട്ടുകൾ വരുമ്പോൾ മൊജ്തബ ഇപ്പോൾ കോമയിലാണെന്നും പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചു മാറ്റിയതെന്നും മാധ്യമങ്ങൾ പറയുമ്പോൾ അതിനോട് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത നിലപാടുകൾ തന്നെയാണ് പലതും പുറത്തുവരുന്നത്. ഇതിനിടയിലും മൊജ്തബയുടെ പുതിയ പ്രസ്താവന പുറത്തുവന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഹർ ന്യൂസാണ് ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടാകുന്ന കോലാഹലങ്ങൾ അത് ചെറുതല്ല. മാത്രവുമല്ല, ഹോർമോസ് കടലടക്കമുള്ളവ പിടിച്ചെടുക്കാനുള്ള തന്ത്രപ്രധാന നീക്കങ്ങൾ നടത്തിവരികയാണ് അമേരിക്കയും. എന്തായാലും പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി രക്ഷപ്പെട്ടത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് എന്ന വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. താമസ സമുച്ചയത്തിൽ നിന്ന് മൊജ്തബ പുറത്തിറങ്ങി നിമിഷങ്ങൾക്കകം മിസൈലുകൾ കെട്ടിടത്തിൽ പതിക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആക്രമണത്തിന് തൊട്ടു മുൻപ് മൊജ്തബ കെട്ടിടത്തിന് പുറത്തുള്ള തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത്. ഖമനേയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ മേധാവി മസഹർ ഹുസൈനി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ചോർന്ന ഓഡിയോ രേഖകളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മൊജ്തബയ്ക്ക് എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോകേണ്ടി വന്നത് ദൈവഹിതമായിരുന്നുവെന്നും അദ്ദേഹം പുറത്തിറങ്ങിയ ഉടനെയാണ് കെട്ടിടത്തിൽ മിസൈൽ പതിച്ചതെന്നും മസഹർ ഹുസൈനി പറയുന്നതായി ഓഡിയോയിലുണ്ട്. കാലിൽ ചെറിയൊരു മുറിവ് മാത്രമാണ് മൊജ്തബയ്ക്ക് ഏറ്റതെന്നും ഇദ്ദേഹം അവകാശപ്പെടുകയാണ്. 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഖമനേയുടെ വസതി ലക്ഷ്യമാക്കി ഇസ്രായേൽ തൊടുത്തത്. ഈ ആക്രമണത്തിൽ അന്നത്തെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി, ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ഷിറാസി, നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, ഖമനേയുടെ ബന്ധുക്കൾ എന്നിവർ കൊല്ലപ്പെട്ടു. സൈനിക മേധാവി ഷിറാസിയുടെ ശരീരം മിസൈൽ പ്രഹരത്തിൽ ചിന്നിച്ചിതറിയപ്പോഴും ഹുസൈനി വിശദീകരിക്കുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം മൊജ്തബ ഖമനേയി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന പേരിൽ പുറത്തുവിട്ട ശബ്ദ സന്ദേശം മാത്രമാണ് ഇതുവരെയുള്ള ഏക ഔദ്യോഗിക പ്രതികരണം. മൊജ്തബ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ചികിത്സയ്ക്കായി മോസ്കോയിലേക്ക് മാറ്റിയെന്നുമുള്ള വാർത്തകൾക്കിടയിലാണ് അദ്ദേഹത്തിന് നിസ്സാര പരിക്കേ ഉള്ളൂ എന്ന പുതിയ വെളിപ്പെടുത്തലും വരുന്നത്. നേതാവിനെ നേരിട്ട് കാണാത്തത് ഇറാഖിലും ഇറാനിലുമുള്ള അനുയായികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ മിന്നലാക്രമണത്തിൽ നിന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി രക്ഷപ്പെട്ടത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണെന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ അതത്ര
വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് പല പ്രസ്താവനകളും വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ അലി സറാജി അടക്കമുള്ളവരും അതുപോലെ തന്നെ മറ്റ് ഉന്നം വെച്ച എല്ലാവരെയും തീർക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ചെങ്കീരികളെ പാഞ്ഞ് അടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കരയായാലും കടലായാലും ആകാശമായാലും യുദ്ധഭീതിയിൽ തന്നെയാണ്. യുദ്ധത്തിന്റെ പൊടിപടലങ്ങളൊക്കെ തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. അതേസമയം പേർഷ്യൻ കടലിടുക്കിലെ ഏറ്റവും വലിയ ദ്വീപായ ഖേഷം ഇന്ന് ലോകത്തിന് മുന്നിൽ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിലാണ് അറിയപ്പെടുന്നത്. ഒന്ന്, യുനെസ്കോ അംഗീകരിച്ച അതിമനോഹരമായ ജിയോ പാർക്കുകളും ഉപഗുഹകളും നിറഞ്ഞ പ്രകൃതിദത്തമായ വിനോദസഞ്ചാര കേന്ദ്രം. രണ്ട്, ഇറാന്റെ ഏറ്റവും കരുത്തുറ്റതും രഹസ്യാത്മകവുമായ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൈനിക കേന്ദ്രം കൂടി. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിലുള്ള ഈ ദ്വീപ് പശ്ചിമേഷ്യയിലെ ശക്തി പ്രകടനങ്ങളുടെ പുതിയ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഭൂമിക്കടിയിലെ മിസൈൽ നഗരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഖേഷം ദ്വീപിന്റെ ഉപരിതലത്തിന് താഴെ കിലോമീറ്ററുകളോളം നീളുന്ന വലിയ തുരങ്കങ്ങളും അത്യാധുനിക മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവയെ മിസൈൽ സിറ്റികൾ എന്നാണ് സൈനിക വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്കോ ഡ്രോണുകൾക്കോ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം മലനിരക്കുകൾക്കും ഉപ്പുപാറകൾക്കും ഉള്ളിലാണ് ഈ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ സജ്ജമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബങ്കറിംഗ് വ്യവസായം ഇറാന്റെ പുതിയ സാമ്പത്തിക ആയുധം കൂടിയാണ്. പേർഷ്യൻ ഗൾഫിലെ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന ബങ്കറിംഗ് വ്യവസായത്തിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വം ഖേഷം ദ്വീപിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നേരത്തെ UAE-യിലെ ഫുജൈറ കേന്ദ്രീകരിച്ചിരുന്ന ഈ $1 ബില്യൺ ബിസിനസ് ഇപ്പോൾ ഇറാന്റെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖേഷം ദ്വീപിന് സമീപമുള്ള സെൽക്ക ബങ്കറിൽ ടെർമിനൽ വഴി പ്രതിമാസം 50,000 ടൺ ഇന്ധനമാണ് ഇറാൻ വിതരണം ചെയ്യുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകി ആഗോള കപ്പൽ ഗതാഗത മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ഇറാൻ ഇതിലൂടെ സാധിക്കുന്നു. പ്രകൃതിയുടെ ശില്പശാല വാലി ഓഫ് സ്റ്റാർസ്. സൈനിക പ്രാധാന്യത്തിന് പുറമെ സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന ഭൂപ്രകൃതിയാണ് ഖേഷിമിന്റേത്. ആയിരക്കണക്കിന് വർഷങ്ങളായി കാറ്റും മഴയും ചേർന്ന് പാറകളിൽ തീർത്ത അത്ഭുതകരമായ രൂപങ്ങളാണ് വാലി ഓഫ് സ്റ്റാറ്റസ്. നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണുണ്ടായതാണ് ഈ താഴ്വാരം എന്നാണ് പ്രാദേശിക വിശ്വാസം. കൂടാതെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഉപ്പുഗുഹയായ നബ്ദാൻ ഈ ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. പ്രകൃതിയും യുദ്ധ സജ്ജീകരണങ്ങളും ഇത്രയേറെ ഇഴചേർന്ന മറ്റൊരു പ്രദേശം ലോകത്ത് വിരളമാണ്. യുദ്ധത്തിന്റെ നിഴലിലെ ജനജീവിതം. ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന ദ്വീപ് നിവാസികൾ ഇന്ന് കടുത്ത ആശങ്കയിലാണ്. തലമുറകളായി മത്സ്യബന്ധനവും വ്യാപാരവും നടത്തിവന്ന ഇവരുടെ ജീവിതം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് വഴിമുട്ടിയിരിക്കുകയാണ്. ദ്വീപിലെ ഏക ശുദ്ധജല പ്ലാന്റിന് നേരെ നടന്ന വ്യോമാക്രമണം സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. സൈനിക താവളങ്ങൾക്കെതിരെയിൽ താമസിക്കുന്ന ഇവർക്ക് തങ്ങളുടെ പൈതൃക ഗ്രാമങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന പേടിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ചരിത്രവും ആധുനികതയും ഏറ്റുമുട്ടുമ്പോൾ പുരാതന കാലം മുതൽക്കേ ഖേഷം ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാം. എന്നാൽ ഇന്ന് പഴയകാല പായക്കപ്പലുകൾക്ക് പകരം ഈ തീരങ്ങളിൽ അതിവേഗ മിസൈൽ ബോട്ടുകളും ഡ്രോണുകളുമാണ് ആധിപത്യം പുലർത്തുന്നത്. ചരിത്രപരമായ പൈതൃകവും ആധുനിക യുദ്ധതന്ത്രങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ഖേഷ്മിനെ പശ്ചിമേഷ്യയിലെ ഏറ്റവും അപകടകരമായ മുനമ്പായി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ മുനമ്പിൽ നിന്നുള്ള ആക്രമണവും ശക്തമായി തുടരുകയാണ്.